കാശ്മീരിൽ നിന്ന് എത്തിയ ആപ്പിൾ ആട്ടോ. എന്റെ കസിൻ ഒരു ട്രക്ക് ഡ്രൈവറാണ്. അപ്പൊ ആൾ അവിടെ നിന്ന് വരുമ്പോൾ കുറച്ച് ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് കൂടുതലുണ്ടായിരുന്നു. ആപ്പിൾ വെച്ചിട്ട് അപ്പൊ ഞാൻ കുറച്ച് ജാം ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അവന് ഭയങ്കര ഇഷ്ടമാണ്. എന്റെ മോനെ ജാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കൊതിയനാട്ടോ. കുറച്ച് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഇതൊന്ന് കഴുകി എടുത്തിട്ട് വരാം. പിന്നെ നമ്മുടെ ആപ്പിൾ എല്ലാം കഴുകിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് മുറിച്ചെടുക്കാം. ഇതിന്റെ കുരുക്കളൊക്കെ ഒന്ന് കളയണം. പിന്നെ തൊലി കളയാതെ തന്നെയാട്ടോ ഇത് നമ്മൾ അരച്ചെടുക്കാൻ പോകുന്നത്. ഈ ജാം റെഡ് കളറിലാട്ടോ ഉണ്ടാക്കി എടുക്കുന്നത്. അപ്പൊ അതിനകത്തേക്ക് ഫുഡ് കളർ ഒന്നും ആഡ് ചെയ്യുന്നില്ല. പകരം നമ്മൾ ബീട്രൂട്ട് ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ ആപ്പിളെല്ലാം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് ഞാൻ വെള്ളമൊന്നും കൂട്ടിയിട്ടില്ല. ബീട്രൂട്ട് ആപ്പിൾ മാത്രമേ അരച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി ഒരു പാനിലേക്ക് നമുക്ക് ആപ്പിളെല്ലാം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പട്ടയും ഗ്രാമ്പൂ ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി അതിലേക്ക് വേണ്ടി നമുക്ക് ശർക്കര കുറച്ച് ഉരുക്കിയെടുക്കാം. പഞ്ചസാര ആഡ് ചെയ്യുന്നില്ല കേട്ടോ, കാരണം കുറച്ച് ഹെൽപ്പ് ചെയ്യുന്നോട്ടെ. മക്കളെല്ലാം കഴിക്കുന്നല്ലേ, ഇതാണ് കുറച്ചുകൂടി ബെറ്റർ. ഇനി ഇതിങ്ങനെ ഉരുക്കിയെടുക്കുന്ന എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ശർക്കരയിൽ മിക്കവാറും കല്ലും പൊടിയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതൊക്കെ ഒന്ന് ഒഴിവാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ മരിച്ചെടുത്ത് കഴിഞ്ഞാൽ ഫ്രഷ് ആയിരിക്കുമല്ലോ. ഇത് വേവിക്കാൻ നേരത്തെ പട്ടയും ഗ്രാമ്പൊക്കെ ഇട്ടില്ലായിരുന്നോ, അതെല്ലാം ഒന്ന് എടുത്ത് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് ശർക്കര എല്ലാം അരിച്ചൊഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതാണ്ടോ ഞാൻ പറഞ്ഞില്ലേ ടേസ്റ്റ് ഉണ്ടാവുന്നു. പൊടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ചെറിയ തീയിലിട്ടിട്ട് വറ്റിച്ചെടുക്കണം. എന്നിട്ട് ഇങ്ങനെ നമ്മുടെ ജാമെല്ലാം ആയിട്ടുണ്ട് കേട്ടോ. നല്ല തിക്ക് ആയിട്ടുണ്ട്. ഇനി ഇത് ഇങ്ങനെ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 2-3 തുള്ളി ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി ഒഴിപ്പിച്ചതിന് ശേഷം നമുക്ക് തണുപ്പിച്ചെടുക്കാം കേട്ടോ. പ്രിസർവേറ്റീവ്സോ കളറോ ഒന്നും ആഡ് ചെയ്യാത്ത നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ആപ്പിൾ ജാം ആട്ടോ ഞാൻ റെഡിയാക്കി ഇരിക്കുന്നത്. ഇത് നമുക്ക് ഏകദേശം ഒരു 2 ആഴ്ച വരെയൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ അഭിപ്രായങ്ങൾ പറയാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ.